ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് പോർട്ട്ഫോളിയോ മോഡൽസ്. ഇതിൽ നമ്മൾ കുറച്ച് പോർട്ട്ഫോളിയോ മോഡൽസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ. Single index model SIM was developed by William Sharpe to simplify the complex Markowitz portfolio model. Markowitz portfolio മോഡലിന് പകരമായിട്ട് അതിനേക്കാളും കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ. ഇതിന്റെ അസംഷൻ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ലീനിയർലി റിലേറ്റഡ് ടു ദ മാർക്കറ്റ് ഇൻഡെക്സ്. മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റ് ഇൻഡെക്സ് ലൈക്ക് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ്, അതിനോട് ലീനിയർ റിലേഷൻഷിപ്പ് ആണ് ഒരു സെക്യൂരിറ്റിന്റെ റിട്ടേൺ എന്നുള്ളതാണ് ഒരു സിംഗിൾ ഇൻഡെക്സ് മോഡലിന്റെ അസംഷൻ. അപ്പോൾ ഒരു ഓവറോൾ മാർക്കറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് അതിലെ ട്രെൻഡിനനുസരിച്ച് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിന്റെ ചേഞ്ച് അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ് മാറുന്നത് എന്നുള്ളതാണ് ഈ പോർട്ട്ഫോളിയോ മോഡലിലെ സിംഗിൾ ഇൻഡെക്സ് മോഡൽ പറയുന്നത്. സോ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ദ മാർക്കറ്റ് ഇൻഡെക്സ്. രണ്ട് ഫാക്ടേഴ്സിന്റെ ബേസിലാണ് ഒരു സെക്യൂരിറ്റിന്റെ റിട്ടേൺ എന്നുള്ളതാണ്. ഒന്ന് റിട്ടേൺ ഓൺ ദ ബേസ് ഓഫ് ദ മാർക്കറ്റ് ഇൻഡെക്സ് ആൻഡ് എ റെസിജ്വൽ ഫാക്ടർ സ്പെസിഫിക് ടു ദാറ്റ് സെക്യൂരിറ്റി. ആ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റിക്ക് വരുന്ന റെസിജ്വൽ ഫാക്ടറും അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻഡെക്സും ഈ രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സെക്യൂരിറ്റിന്റെ റിട്ടേൺ എന്നാണ് സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ പറയുന്നത്. അപ്പൊ അതിന്റെ റിലേഷൻ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ RI ഈക്വൽ ടു ആൽഫ ഐ ബീറ്റ ഐ ഇൻറ്റു RM പ്ലസ് EI. ഇതിൽ RI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആണ്. ആൽഫ ഐ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ മാർക്കറ്റ് റിട്ടേൺ 0 ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആണ്, കോൺസ്റ്റന്റ് ആണ് ആൽഫ ഐ എന്ന് പറയുന്നത്. ദെൻ RM എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ ആണ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ മാർക്കറ്റ് ഇൻഡെക്സ്. ബീറ്റ ഐ എന്ന് പറയുന്നത് സെക്യൂരിറ്റിന്റെ ആ ഒരു സിസ്റ്റമാറ്റിക് റിസ്കിനെ സൂചിപ്പിക്കുന്നതാണ് ബീറ്റ ഐ, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ദ സെക്യൂരിറ്റീസ് റിട്ടേൺ ടു മാർക്കറ്റ് റിട്ടേൺ. മാർക്കറ്റ് റിട്ടേൺ ആണ് ബീറ്റ ഐ എന്ന് പറയുന്നത് അത് സെക്യൂരിറ്റിന്റെ റിട്ടേൺ എത്രത്തോളം ഇതിനോട് സെൻസിറ്റീവ് ആണ് എന്നുള്ളത്. ദെൻ EI എന്ന് പറയുന്നത് റാൻഡം അല്ലെങ്കിൽ റെസിജ്വൽ റിട്ടേൺ. അപ്പൊ ഇനി ഇതിൽ പറയുന്ന ഈ ആൽഫ അല്ലെങ്കിൽ AI എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ 0 ആകുമ്പോൾ സെക്യൂരിറ്റിന്റെ റിട്ടേൺ റെപ്രസെന്റ് ചെയ്യാനാണ് ആൽഫ AI എന്ന് പറയുന്നത്. അപ്പൊ ഒരു പോസിറ്റീവ് ആൽഫ എന്ന് പറയുന്നത് മാർക്കറ്റിനേക്കാളിലും ബെറ്റർ ആയിട്ടാണ് സെക്യൂരിറ്റി പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ബീറ്റ ഐ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ ഒരു സെക്യൂരിറ്റി എത്രത്തോളം മാർക്കറ്റ് വോളറ്റിലിറ്റിനോട് എന്താ പറയാ സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ്. ബീറ്റ 1 ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സെക്യൂരിറ്റി മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനേക്കാളും കുറച്ചും കൂടെ വോളറ്റൈൽ ആണ് സെക്യൂരിറ്റി എന്നുള്ളത്. ദെൻ ബീറ്റ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനേക്കാളും സെക്യൂരിറ്റി വോളറ്റിലിറ്റി കുറവാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദെൻ EI അല്ലെങ്കിൽ റെസിജ്വൽ ഓർ റാൻഡം റിട്ടേൺ. അപ്പൊ മാർക്കറ്റ് മൂവ്മെന്റ്സ് കൊണ്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്ത റിട്ടേണിന്റെ ഒരു പോർഷൻ ആണ് റാൻഡം റിട്ടേൺ ആയിട്ട് EI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേം സ്പെസിഫിക് ഫാക്ടേഴ്സ് ആണ് EI എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ മാർക്കോവിറ്റ്സ് മോഡലിലെ സിംപ്ലിഫിക്കേഷൻ ആണ് എന്ന് പറയുന്നത്? മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എല്ലാ സെക്യൂരിറ്റീസിന്റെയും കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം മാർക്കോവിറ്റ്സ് മോഡലില്. ഇപ്പൊ N സെക്യൂരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോവേരിയൻസ് അപ്പോൾ N×N-1 അത്രയും കോവേരിയൻസസ് വരും. അപ്പൊ ഷാർപ്പിന്റെ സിംഗിൾ ഇൻഡെക്സ് മോഡല് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു N ബീറ്റ കോഎഫിഷ്യന്റ് വെച്ചിട്ട് ഈ കമ്പ്യൂട്ടേഷൻ ഒക്കെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് സെക്യൂരിറ്റി റിട്ടേണും റിസ്കും മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ സിംഗിൾ ഇൻഡെക്സ് മോഡലിലെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി RI ഈക്വൽ ടു ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ ഇൻറ്റു RM. ഇതിൽ ടോട്ടൽ റിസ്ക് അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ സ്ക്വയർ വേരിയൻസ്. സോ സിഗ്മ ഐ സ്ക്വയർ ഈക്വൽ ടു ബീറ്റ ഐ സ്ക്വയർ ഇൻറ്റു സിഗ്മ M സ്ക്വയർ പ്ലസ്
സിഗ്മ ഇ ഐ സ്ക്വയർ. ഇതിലെ സിഗ്മ ഐ സ്ക്വയർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി റിട്ടേണിന്റെ വേരിയൻസ് ആണ്. സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേണിന്റെ വേരിയൻസ് ആണ്. ദെൻ റെസിജ്വൽ റിട്ടേണിന്റെ വേരിയൻസ് ആണ് സിഗ്മ ഇ ഐ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ റിസ്ക് എന്നുള്ളത് മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് പ്ലസ് അതുപോലെ തന്നെ സ്പെസിഫിക് റിസ്ക്. മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് ആണ് ഈ ബി ഐ സ്ക്വയർ സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത്. സ്പെസിഫിക് റിസ്ക്, അതായത് ഓരോ കമ്പനി റിലേറ്റ് ചെയ്ത് വരുന്ന സ്പെസിഫിക് റിസ്ക് ആണ് ഇ ഐ സിഗ്മ ഇ ഐ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൽ ടൈപ്സ് ഓഫ് റിസ്ക് പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സിസ്റ്റമാറ്റിക് റിസ്ക്കും അതുപോലെ തന്നെ അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വഴി എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സിസ്റ്റമാറ്റിക് റിസ്കിൽ അത് പോസിബിൾ അല്ല. ഇനി അടുത്തത് പോർട്ട്ഫോളിയോ റിട്ടേൺ ആൻഡ് റിസ്ക്. പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ആർ പി ഈക്വൽ ടു ആൽഫ പി പ്ലസ് ഇതേപോലെ തന്നെ ബീറ്റ പി ഇൻറ്റു ആർ. അതായത് ആൽഫ പി എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോന്റെ റിട്ടേൺ ആണ്. ആർ പി എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോന്റെ റിട്ടേൺ ആണ്. ആൽഫ പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ബീറ്റ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഇങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോന്റെ റിസ്ക് സൂചിപ്പിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ഈ സിംഗിൾ ഇൻഡെക്സ് മോഡലിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി വൺ മോഡൽ. മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ മാത്രമേ സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഇൻഫ്ലുവൻസ്, അതായത് ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഡസ്ട്രി ട്രെൻഡ്സ്, ഇതൊന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിട്ടേൺസിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ റിസ്കുകളും അല്ലെങ്കിൽ അതിന്റെ എല്ലാ സോഴ്സുകളും നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് സിംഗിൾ ഇൻഡെക്സ് മോഡലിന്റെ ഒരു മേജർ ലിമിറ്റേഷൻ. സോ അത് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള അടുത്തൊരു മോഡലാണ് മൾട്ടി ഫാക്ടർ മോഡൽ. ആ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് സിംഗിൾ ഇൻഡെക്സ് മോഡലിനേക്കാൾ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഇവിടെ നമ്മൾ മാർക്കറ്റ് ഇൻഡെക്സ് എന്നുള്ള ഒരൊറ്റ ഫാക്ടറാണ് സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ എടുത്തത്. മൾട്ടി ഫാക്ടർ മോഡലിൽ അങ്ങനെയല്ല, ഒരുപാട് ഫാക്ടേഴ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, GDP ഗ്രോത്ത്, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള എത്ര ഫാക്ടേഴ്സ് ആണെങ്കിലും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മൾട്ടി ഫാക്ടർ മോഡൽ. സോ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് RI റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ഈക്വൽ ടു ആൽഫ ഐ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിട്ടേൺ നോട്ട് എക്സ്പ്ലെയിൻ ബൈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് പ്ലസ് അതെല്ലാത്തിനും കോമൺ ആണ് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ഈക്വൽ ടു ആൽഫ ഐ പ്ലസ് β1 F1 പ്ലസ് β2 F2 പ്ലസ് ഇങ്ങനെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടോ അതെല്ലാതും വെച്ചിട്ട് പ്ലസ് ചെയ്തിട്ട് ലാസ്റ്റ് EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസിസ്റ്റമാറ്റിക് റിസ്കിന്റെ കമ്പോണന്റ് ആണ്, അതായത് ഫേം സ്പെസിഫിക് റിസ്ക്. അപ്പോൾ ഇതില് നമ്മൾ ആൽഫ എന്താണെന്ന് അറിയാം, RI റിട്ടേൺ ആണ്. ദെൻ βB1, β1, β2, β3 ഇതെല്ലാം ഓരോന്നിന്റെ കോഎഫിഷ്യൻസ് ആണ്. സ്റ്റോക്ക് റിട്ടേണിൽ എത്രത്തോളം എന്താ പറയാ ഇത് റിലേറ്റഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള മാർക്കറ്റ് ട്രെൻഡിനെ അനുസരിച്ച് ഇത് എത്രത്തോളം വോളറ്റൈൽ ആണെന്ന് സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് ആണ് B1, β1, β2, β3 എന്ന് പറയുന്നത്. F1, F2, F3 എന്ന് പറയുന്നത് ഓരോ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മള് ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ആൽഫ ഐ അതിന്റെ കോൺസ്റ്റന്റ് പ്ലസ് ഓരോന്നിന്റെ ബീറ്റ ഇൻറ്റു അതിന്റെ ഫാക്ടർ പ്ലസ് അങ്ങനെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് അതെല്ലാം പ്ലസ് ചെയ്യാം, അവസാനം സ്പെസിഫിക് റിസ്കും കൂടെ കൂട്ടാം. ഇതിലെ each B1 each beta indicates how sensitive the security is to a particular factor. ഒരു ഫാക്ടറിന് എത്രത്തോളം സെൻസിറ്റീവ് ആണ് ആ ഒരു സെക്യൂരിറ്റി എന്നുള്ളതാണ് ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ β1 ഇൻഫ്ലേഷൻ ആണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ β1ന്റെ വാല്യൂ ഹയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഇൻഫ്ലേഷന്റെ സമയത്ത് നല്ല രീതിയിൽ വോളറ്റൈൽ ആവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഇൻഫ്ലേഷനോട് സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലില് ബോത്ത് സിസ്റ്റമാറ്റിക് റിസ്കും അതുപോലെ തന്നെ അൺസിസ്റ്റമാറ്റിക് റിസ്കും എറർ ടേം EI എന്ന് പറയുന്ന എറർ ടേം അടക്കം ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മോഡലില് കവർ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മോർ റിയലിസ്റ്റിക് ആണ്. സിംഗിൾ ഇൻഡെക്സ് മോഡലിനെക്കാളും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് ഇതാണ് കുറച്ചുകൂടെ റിയലിസ്റ്റിക്. എക്സ്പെക്റ്റഡ് റിട്ടേൺസ്
അതിൻ്റെ ഒരു ബെറ്റർ എസ്റ്റിമേഷൻ ഈ മോഡൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനും റിസ്ക് മാനേജ്മെന്റിനും യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോ റിട്ടേൺസിനും ഓരോ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ് ഏത് ഫാക്ടേഴ്സ് ആണ് ഏറ്റവും റെലവെന്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ ഡാറ്റ കളക്ഷനും പാരാമീറ്റേഴ്സിന്റെ എസ്റ്റിമേഷനും ഒക്കെ കോംപ്ലക്സ് ആണ്. ദ മോഡൽ ക്യാൻ ബി അൺസ്റ്റേബിൾ ഇഫ് ദ ചൂസൺ ഫാക്ടേഴ്സ് ചേഞ്ച് ഓവർ ടൈം. സമയത്തിനനുസരിച്ച് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോഡൽ അൺസ്റ്റേബിൾ ആണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ അതിന്റെ സ്റ്റോക്കിന്റെ റിട്ടേൺ മേ ബി ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റ് ഇൻഡെക്സ്, അതായത് സെൻസെക്സ്, നിഫ്റ്റി, സിംഗിൾ ഇൻഡെക്സ് മോഡൽ പ്രകാരം അത് വെച്ചിട്ടാകാം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ്, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനെ ഓരോന്നും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മൾട്ടി ഫാക്ടർ മോഡൽ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് കുറച്ച് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡലാണ് CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ വില്യം ഷാർപ്പ് ഇൻ 1960s. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to establish a relationship between risk and expected return of securities and help investors to decide which securities are fairly priced. അതായത് റിസ്ക്കും അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണും എത്രയാണ്, എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോഡലിന്റെ ഫോർമുല എന്ന് പറയുന്നത്, മാത്തമാറ്റിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ERI. ERI stands for expected return on security I equal to RF. RF means risk free rate plus beta I. ബീറ്റ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ബീറ്റ I into RM minus RF. RM stands for return market, expected market return, and RF risk free rate of return. ഇതാണ് CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല. അപ്പോൾ ഇവിടെ ബീറ്റേന്റെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് റിട്ടേണും കൂടുതലാണ്. ബീറ്റ എന്ന് വെച്ചാൽ എന്താണ്, സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. റിസ്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണും കൂടുതലായിരിക്കും. CAPM helps to identify whether a security is overvalued or undervalued by comparing expected and actual returns. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ വഴി ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അണ്ടർവാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റും. അതിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും ആക്ച്വൽ റിട്ടേണും കമ്പയർ ചെയ്യുന്നത് വഴി. ഇനി ഇതിന്റെ അസംഷൻസ് ആണ്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ എന്നുള്ളതാണ് ഇതിന്റെ ഒരു അസംഷൻ. അതുപോലെ തന്നെ ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ അത് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും റിസ്കിനെ കുറിച്ചും റിട്ടേണിനെ കുറിച്ചും ഏകദേശം ഒരുപോലെയാണ് എക്സ്പെക്ടേഷന്. റിസ്ക് ഫ്രീ റേറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സും ഒന്നുമില്ല. ആൻഡ് എല്ലാ സെക്യൂരിറ്റീസും ഡിവിസിബിൾ ആണ്, പെർഫെക്റ്റ്ലി ലിക്വിഡ് ആണ്. ഇത്രയും അസംഷൻസിന്റെ ബേസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസ് മോഡൽ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. Assumes market efficiency and rational investors which may not hold in real life. മാർക്കറ്റ് എഫിഷ്യന്റ് ആണ് എന്നുള്ളതും ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആണെന്നുള്ളതും എപ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ബീറ്റേനാണ് ഇതിൽ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബീറ്റ എപ്പോഴും സ്റ്റേബിൾ ആവണമെന്ന് നിർബന്ധമില്ല. സൈസ്, മൊമെന്റ്, മാക്രോ എക്കണോമിക് വേരിയബിൾസ് ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഇത്രയാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ, CML. CML represent all efficient portfolios that can be formed by combining risk-free asset and the market portfolio. CML, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എഫിഷ്യന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ, അതായത് റിസ്ക് ഫ്രീ അസറ്റ് വെച്ചിട്ടും മാർക്കറ്റ് പോർട്ട്ഫോളിയോ വെച്ചിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യുന്ന എല്ലാ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസിൽ വരുന്ന ഒരു ലൈനാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് റിസ്ക് ആൻഡ് ടോട്ടൽ റിസ്ക്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ്
expected market return minus risk-free rate divided by standard deviation of market into standard deviation of portfolio. ആ ഒരു ERM മൈനസ് RF ബൈ സിഗ്മ എം ഇൻറ്റു സിഗ്മ പി എന്നുള്ളത് സ്ലോപ്പാണ്, ആ ഒരു ലൈനിന്റെ സ്ലോപ്പാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ കഴിഞ്ഞ് അടുത്ത ഒരു ലൈനാണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. എക്സ്പെക്റ്റഡ് റിട്ടേണും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് റിസ്ക് ബീറ്റ ആയിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെയും എക്സ്പെക്റ്റഡ് റിട്ടേണും അതുപോലെ തന്നെ ബീറ്റ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിൽ കാണിക്കുന്നത്. എ സെക്യൂരിറ്റി പ്ലോട്ടഡ് എബോവ് SML ഈസ് അണ്ടർ വാല്യൂഡ്. അതായത് SMLന്റെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിന്റെ മുകളിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി അണ്ടർ വാല്യൂഡ് ആണ്. അതിന്റെ റിസ്കിനേക്കാളും അതിന് റിട്ടേൺ കിട്ടും. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിന്റെ താഴെ പ്ലോട്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഓവർ വാല്യൂഡ് ആണ്. അതായത് അതിന്റെ അത്രയും റിസ്കിന് അത്രത്തോളം ഉള്ള റിട്ടേൺ ഇല്ല. പിന്നെ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയാം. CML ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേണും ടോട്ടൽ റിസ്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. SML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേണും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് റിസ്കും ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെയും പോർട്ട്ഫോളിയോയിലും എങ്ങനെയാണെന്നുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ CML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റിസ്കും അതുപോലെ തന്നെ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസിലും മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. SML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക് ബീറ്റ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ സെക്യൂരിറ്റീസിനും പോർട്ട്ഫോളിയോനും ആപ്ലിക്കബിൾ ആണ്. ഇതിൽ പറയുന്ന ലാസ്റ്റ് വൺ ആണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി, APT. It was proposed by Stephen Ross in 1976. It's an alternative to CAPM, Capital Asset Pricing മോഡലിന് ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത് അസറ്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്, നോട്ട് ജസ്റ്റ് മാർക്കറ്റ് റിസ്ക്. നമ്മൾ മൾട്ടി ഫാക്ടർ മോഡലിൽ പറഞ്ഞ അതുപോലെ തന്നെ പറയുന്ന ഒന്നാണ്. ഒരുപാട് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ പറഞ്ഞ അതുപോലെ തന്നെ റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ഈക്വൽ ടു ആൽഫ കോൺസ്റ്റന്റ് പ്ലസ് ബീറ്റ ഐ. ഓരോ ഫാക്ടേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അവസാനം എറർ റിസ്കും കൂടെ ആഡ് ചെയ്യുന്നതാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിനെക്കാളും ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് അസംഷനെ ബേസ് ചെയ്തിട്ടല്ല. അതുപോലെ തന്നെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് റെലവൻറ്റ് ഫാക്ടേഴ്സ് കണ്ടെത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ലാർജ് ഡാറ്റയൊക്കെ വേണം എസ്റ്റിമേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് റാഷണലി ആണ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ലിമിറ്റേഷനാണ് ആ ഒരു അസംഷൻ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക് യു.